കേരള എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ പരിശോധനകളുടെ ഭാഗമായി എരുമേലിയിൽ വൻ കഞ്ചാവ് വേട്ട. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 1 കിലോ 350 ഗ്രാം ഉണങ്ങിയ മേൽത്തരം കഞ്ചാവുമായി മുണ്ടക്കയം ചോറ്റി സ്വദേശി കപ്പിലുമാക്കൽ അമൽ എബ്രഹാം എന്ന 28 വയസ്സുള്ള മാത്തുക്കുട്ടിയെ എരുമേലി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പ്രതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമേലി റേഞ്ച് ഇൻസ്പെക്ടർ ജി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച പുലർച്ചെ 2:45 കൂവപ്പള്ളി മലബാർ കവലയിൽ നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതി വലയിലായത്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, എരുമേലി തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിതരണം ചെയ്യുവാനാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. പിടിച്ചെടുത്ത കഞ്ചാവ് ചെറു പൊതികളിലാക്കി വിൽപ്പന നടത്തിയാൽ വിപണിയിൽ 2 ലക്ഷത്തിലധികം രൂപ വില ലഭിക്കുമെന്ന് പ്രതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിപണനത്തിനെതിരെ എക്സൈസ് വകുപ്പ് കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് അടക്കമുള്ള ശക്തമായ നിയമ നടപടിയിലേക്ക് വകുപ്പ് കടക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുവാനായി പ്രതിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും ഇൻസ്പെക്ടർ ജി ശിവകുമാർ അറിയിച്ചു. എക്സൈസ് മിനിസ്റ്റർ അവരുടെ നിർദ്ദേശാനുസരണം കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തിയിരുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എരുമേലി എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്തുക്കുട്ടി എന്നറിയപ്പെടുന്ന അമൽ എബ്രഹാം എന്ന 28 വയസ്സുള്ള യുവാവിനെ കൂവപ്പള്ളി ഭാഗത്തു നിന്നും 1.350 കിലോ കഞ്ചാവും യമഹ ഫാസിനോ സ്കൂട്ടറുമായി പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ടോജോ ടിഞ്ഞള്ളിയിൽ, അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻസ്പെക്ടർ മുഹമ്മദ് അഷ്റഫ്, നജീബ് PA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ് KB, സനൽ മോഹൻദാസ്, ഷെബിൽ P ഷൗക്കത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അഞ്ജലി കൃഷ്ണൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ഫെസ്റ്റൂൺ ന്യൂസ്, എരുമേലി.